നമ്മുടെ പറമ്പിലെ ആദ്യത്തെ വെട്ട ഈ പറമ്പിലെ ആദ്യത്തെ വെട്ടണ്ട. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, ഈ ആദ്യത്തെ വെട്ട് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ കായക്കൊലയുടെ ഭംഗിയണ്ട കളറ് ഇതുപോലെ ഇതുപോലെ നിങ്ങളുടെ വാഴയ്ക്കും നിങ്ങളുടെ കായക്കൊലയ്ക്കും ഇതുപോലെ ഭംഗി കിട്ടും. ഒരു ചെറിയ പരിപാടി ചെയ്താൽ മതി. ആ സംഭവം കാണിക്കാനാണ് ഈ വീഡിയോനെ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കായ ഉണ്ടോ നിങ്ങൾ? ഈ കായ്ക്ക് എന്താ കുഴപ്പമെന്ന് നോക്കിയേ. പുള്ളിക്കുത്ത്, കരിമ്പൻ. ഇതിപ്പോൾ കരിമ്പൻ അടിച്ചത് കൂടുതലായി പൊട്ടി. ഇത് രണ്ടെണ്ണം, രണ്ട് കായാണ് വെറുതെ പൊട്ടിപ്പോയി. കണ്ട, ഇതിൻ്റെ ഒരു കുഴപ്പം കണ്ട, നിറച്ച് കരിമ്പൻ അടിച്ചേക്കണ്, കരിക്കുട്ടി പോലെ ഇരിക്കുന്നു, ഒരു ഭംഗിയില്ലല്ലോ. ഇതുപോലെ നിങ്ങളുടെ കായയിൽ വാഴയിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാറുണ്ടോ? അതെന്താ കാരണമെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്, അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണേ, അതിന് എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ള സംഭവമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണേട്ടാ. അപ്പോൾ ആർക്കെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഇത് ഉപകാരപ്പെടും കേട്ടോ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഒട്ടുമിക്കവർക്കും വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് ഈ കരിമ്പൻ അടിക്കൽ. കരിമ്പൻ വാഴയല്ല, ഈ കായ മൂക്കാറാവുമ്പോൾ ഈ ഒരു പ്രശ്നം വരൽ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിക്കാം. അതുപോലെ തന്നെ അതിന് സിമ്പിളായിട്ട് പൈസ ചിലവില്ലാത്ത ഒരു മാർഗം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാ, നമ്മുടെ വാഴത്തോടും തിണ്ടും കണ്ടായിരുന്ന നമ്മുടെ വാഴയുടെ കടയൊക്കെ ഇത്ര ഹൈറ്റിൽ നിൽക്കണേ. അതായത് എൻ്റെ മുട്ടുകാലിൻ്റെ ഹൈറ്റിലാണ് ഈ വാഴയുടെ കടയൊക്കെ നിൽക്കണേ. ശരിക്കും പറഞ്ഞാൽ ഇത്ര ഹൈറ്റും വ്യത്യാസമുണ്ട് തോടും തിണ്ട് ആക്കിയേക്കാണ് കട. അത് എന്നിട്ട് പോലും ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. അതായത് ഇതിൻ്റെ വേര് കണ്ട, ഈ വേരിന് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് വേര് കറുത്തു തുടങ്ങി. കണ്ട, കരിക്കുട്ടി പോലെയായി. ഇത് കരിക്കായ ആയിട്ടില്ല കേട്ടോ, കരിക്കായ ആവണുള്ളൂ. അപ്പോഴേക്കും വേര് കറുത്ത് തുടങ്ങി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെള്ളക്കെട്ട് വരും. അതായത് നല്ല മഴ കൂട്ടി പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ വെള്ളക്കെട്ട് വരും. ആ വെള്ളക്കെട്ട് വരുമ്പോൾ ഇതിൻ്റെ കടക്കുള്ള വേരുകളില്ലേ, കടക്കുള്ള വേരുകൾ കംപ്ലീറ്റ് ചീച്ചിൽ ബാധിക്കും. ഇത് കണ്ട, ഈ സാധനമൊക്കെ മുകളിൽ കിടക്കണേ നോക്കിയേ. ഇതിൻ്റെ ഭൂരിഭാഗം സൈഡ് വേരുകളൊക്കെ കരിക്കുട്ടി പോലെയായി. ഇത് കറുത്ത് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഇത് വെള്ളം കിടന്നതുകൊണ്ട് പെട്ടെന്ന് ഊർന്ന് പോകാൻ വിഷമമുള്ള സ്ഥലം ആയതുകൊണ്ട് ആ വെള്ളം അവിടെ കിടന്ന് ഒരു ചീച്ചിൽ പോലെ വന്നു. അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ വരും. നമ്മൾ രാസവളങ്ങളോ കോഴിവളം, അറക്കപ്പൊടിയോ മറ്റേ ചകിരിച്ചോറോ ഉള്ള കോഴിവളം ഇട്ടാലും ഇതുപോലെ തന്നെ ഒരു പ്രശ്നം വരും. അതായത് അതിൻ്റെ ആസിഡ് പവർ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല മഴ കൂട്ടി പിടിക്കുമ്പോൾ ആസിഡ് പവർ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും സാധാരണഗതിയിൽ. അപ്പോൾ മഴ കൂട്ടി പിടിക്കുമ്പോൾ ഈ സംഭവം ആ ആസിഡിൻ്റെ പവർ ഈ വേരുകളിലെ ബാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കടേനെയും ബാധിക്കും. ഇതിപ്പോൾ വന്നേക്കുന്നത് മഴയുടെ പ്രശ്നമാണ്. മഴ കൂട്ടി പിടിച്ചുകൊണ്ട് വെള്ളം കെട്ടിക്കിടന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ചീച്ചിൽ വന്നത്. നേരെ തിരിച്ച് ഇതുപോലെ തന്നെ സെയിം കാര്യത്തിൽ വരും. ഈ ആസിഡ് പവർ, പുളിപ്പ് രസം വന്ന മണ്ണിൽ അധികമായിട്ട് വന്നു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ, അതായത് കോഴിവളം ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അറക്കപ്പൊടി ഉള്ളത് ഇട്ടാലും ഞാൻ ഈ പറയുന്ന സാധനം ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതെന്തുട്ടാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞാൽ കുമ്മായം ഇട്ട് കൊടുത്താൽ മാത്രം മതി. കുമ്മായം ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടണം കേട്ടോ. അതായത് നമ്മളുടെ വാഴയ്ക്ക്, ഈ വാഴയ്ക്ക് മറ്റേപാട് പഴുപ്പ്, മഞ്ഞപ്പ് അല്ലെങ്കിൽ എന്ത് സംഭവം വന്നാലും, എന്തായത് ഇപ്പോൾ കരിമ്പം പോലത്തെ കായമ കണ്ടാലും എല്ലാം വന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. ഈ വാഴയുടെ കടയ്ക്ക് കംപ്ലൈൻറ്റ് വരുമ്പോൾ ഞാൻ ഈ സംഭവം കരിമ്പൻ അടിച്ച പോലെ വന്നിട്ട് ഞാൻ കൃഷിഭവൻ അങ്ങനെ വേറെ 2-3 ഇതിനെക്കുറിച്ച് അറിയണവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മരുന്ന് തന്നു. ഇല്ല എന്ന് പറയില്ല, മരുന്ന് തന്നു. തുരിശും ചുണ്ണാമ്പും പോലത്തെ ഒരു മരുന്നാണ്, അതിൻ്റെ പേര് എനിക്കറിയില്ല. ആ മരുന്ന് എന്നോട് അടിക്കാൻ പറഞ്ഞു, ലൈറ്റാക്കി അടിക്കാൻ പറഞ്ഞു. അടിച്ചു കഴിഞ്ഞിട്ട് ഈ വന്ന കരിമ്പന് അങ്ങനെ കുറച്ചിലോ അങ്ങനത്തെ സംഭവം വന്നില്ല. അപ്പോൾ ഞാൻ ചെയ്ത പരിപാടിയാണ്, കഴിഞ്ഞ തവണ ഞാൻ ചെയ്തതാണ്.
വെള്ളക്കെട്ടുള്ളിടത്താണ് ഇങ്ങനെ സംഭവം തന്നെ. ഒന്നല്ലെങ്കിൽ കട ചെയ്യണം, അല്ലെങ്കിൽ അമിതമായിട്ട് വളങ്ങളുടെ പ്രയോഗം കൊണ്ടാണ് വേരിന് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരണേ. അപ്പോൾ ഈ തോട്ടത്തിൽ നമുക്ക് വെട്ടായിട്ടില്ല, അതായത് കായക്കൊല വെട്ടാവാറായിട്ടില്ല, കായ ആവണുള്ളൂ. ഇപ്പോൾ ഞാൻ അവസാനത്തെ വളം വെപ്പ് കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടതാ. വീണ്ടും ഈ ഒരു സംഭവം, അതായത് വർഷം പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ പുളിപ്പ്, മണ്ണിൻ്റെ പുളിപ്പ് മാറാനും അല്ലെങ്കിൽ വേര് കംപ്ലൈൻ്റ് ആവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ വെള്ളക്കെട്ട് മൂലം വാഴയുടെ വേര് ചീച്ചിൽ വന്നാലും ഈ നമ്മുടെ കുമ്മായം ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നീറ്റിയ കുമ്മായമാണ്. സാധാരണ നീറ്റണമെന്നൊന്നുമില്ല, വർഷമാണെങ്കിൽ നീറ്റണമെന്നില്ല. ഇങ്ങനെ ചുറ്റും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചാറ്റിൽ അടുത്ത മഴയ്ക്ക് ഈ സംഭവം ആ വേര് പുറത്തുള്ള വേരുകൾക്ക് കംപ്ലൈൻറ്റുകളൊന്നും വരാണ്ട് നിൽക്കുകയും ചെയ്യും, ആ പുളിപ്പ് പോവും. ഇത് നല്ല രീതിയിൽ വീറി കിട്ടുകയും ചെയ്യും. അതായത് ഇതിനകത്ത് മണ്ണിലുള്ള വളം പെട്ടെന്ന് വലിക്കാനായിട്ട് കുമ്മായോ അല്ലെങ്കിൽ ഡോളോമിറ്റ്, ഇപ്പോൾ കുമ്മായം തന്നെ വേണമെന്നില്ല, ഡോളോമിറ്റ് ആയാലും മതി, കുമ്മായത്തിൻ്റെ സെയിം ഫീൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒരു വാഴ ചെയ്യണമെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കുമ്മായം ഇട്ടിരിക്കണം. നിങ്ങൾക്ക് പന്തിയുടെ അടിക്കാണ് ഇതുപോലെ കംപ്ലൈൻറ്റ് വരാണ് എന്ന് തോന്നുകയാണെങ്കിൽ, അതായത് കരിമ്പനടിക്കൽ പോലത്തെ കറയോ അങ്ങനത്തെ സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കുമ്മായം മേടിച്ചിടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുക എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ മറ്റുള്ളവർ ചോദിച്ചോ. കുമ്മായം മേടിച്ചിട്ടിട്ട് അതിന് മാത്രമുള്ള പൈസയല്ലേ ആവണുള്ളൂ. അപ്പോൾ കുമ്മായം ചെയ്തിട്ട് നിങ്ങൾ വേറെ ആരോട് വേണമെങ്കിലും ചോദിച്ചോ, അതിനൊരു കുഴപ്പമില്ല. ഈ കുമ്മായം ഇടുമ്പോൾ തന്നെ നമുക്ക് ഈ വേര് ആ പുളിപ്പുര സാധനം, അതായത് ഇപ്പം എനിക്ക് പറ്റിയത് ആ പറമ്പിൽ അപ്പുറത്തെ കണ്ടത്തിൽ പറ്റിയത് വേരിന് ചീച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ വേര് കറുത്തുപോയി. അത് വന്നതുകൊണ്ടാണ് അങ്ങനെ കരിമ്പനടിക്കണ പോലെ കൂടുതൽ വെള്ളക്കെട്ടുള്ളിടത്തോട്ട് അത് മാത്രം ഉള്ളത്, അല്ലെങ്കിൽ ഈ സംഭവം ഒന്നും വരില്ലായിരുന്നു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വേരിന് കേട് വരുമ്പോഴാണ് കായ്ക്കായാലും വാഴയ്ക്ക് പഴുപ്പ്, അതുപോലെ കായ്ക്ക് കരിമ്പൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരണേ. കടക്കേട് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വാഴ വെക്കണ സമയത്ത് തുടങ്ങി അവസാനം വരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ.